2018 മുതലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. ഡിസംബറിൽ 2023 ജൂണിലാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ആവുന്നത്. IIT അഡ്മിഷൻ കിട്ടുന്നത് 6 മാസത്തെ ഡ്യൂറേഷൻ മാത്രം. അതായത് ജാനുവരി 2024 ഞാൻ അഡ്മിഷൻ കയറുന്നത്. നമ്മളിപ്പോൾ കൊമേഴ്സിലാകുമ്പോഴത്തേക്ക് മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്, ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് PhD ചെയ്യാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഏതിലാണ് നമ്മൾ PhD ചെയ്യേണ്ടത് എന്നാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒരുപാട് പ്രൊഫസേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ ഫാക്കൽറ്റീസ് മെമ്പേഴ്സിനെയും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏത് ഏരിയയിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടിയെടുക്കാം, അങ്ങനെയെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്. പേഷ്യൻസ് ആണ് ഒന്നാമത് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. അതേപോലെ തന്നെ അത്രത്തോളം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു എക്സാം ആണ്. 1 or 2 തോൽവികൾ വരും. അതൊന്നും തന്നെ സീരിയസ് ആയിട്ട് എടുക്കാതെ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കണം. വീണ്ടും അടുത്ത അറ്റംപ്റ്റിൽ നിങ്ങളുടെ ഗോള് എന്താണോ അതിനനുസരിച്ചുകൊണ്ട് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഹായ്, ഹലോ. ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ നിങ്ങൾക്കൊക്കെ കണ്ടുപഠിക്കാവുന്ന, റോൾ മോഡലാക്കാവുന്ന ഒരു ആപ്പിൾബിയുടെ സ്റ്റുഡൻറ്റിനെയാണ്, ജയശങ്കർ. ഇദ്ദേഹത്തിൻ്റെ JRFലേക്കുള്ള ജേർണി ഒരു വീഡിയോ ആയിട്ട് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇദ്ദേഹം ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ PhD ചെയ്യുന്നത് IIT ഗുവാഹത്തിയിലാണ്. അപ്പോൾ ആപ്പിൾബി എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. നെറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മോസ്റ്റ് പ്രോബ്ലി അത് JRFോട് തന്നെ ക്വാളിഫൈഡ് ആകുക. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ PhDക്ക് വേണ്ടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ പറയുക മാത്രമല്ല, നമുക്കത് ചെയ്യാനും സാധിക്കും എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു റോൾ മോഡലായിട്ട് ഞാനിപ്പോൾ ജയശങ്കറിനെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നെറ്റ് പഠിച്ച് നല്ല സ്കോർ കൂടി കൊമേഴ്സിൽ JRF ക്വാളിഫൈഡ് ആവുന്നു. അത് കഴിഞ്ഞ ശേഷം IIT ഗുവാഹത്തിയിൽ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ജേർണി, ഒരു കാലഘട്ടത്ത് നെറ്റ് പ്രിപ്പയർ ചെയ്ത് നെറ്റ് പോലും ക്വാളിഫൈഡ് ആകാൻ പറ്റാതിരുന്ന ഫേസിൽ നിന്ന് വളരെ മോട്ടിവേഷണൽ ആയിട്ട്, വളരെ ആക്റ്റീവായിട്ട് ആ ഒരു ഫോക്കസിൽ സ്റ്റേ ചെയ്യുകയും ആൻഡ് ദെൻ JRF വഴി നെറ്റ് ക്വാളിഫൈഡ് ആകുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു IITയിൽ PhDക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ക്ഷമയോടുകൂടി ഈ വീഡിയോ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു PhDയിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക, എസ്പെഷ്യലി IIT ഫോർമാറ്റിലേക്ക് വരുമ്പം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് 1 by 1 ആയിട്ട് ഞങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. സ്വാഗതം. ഹായ്, ഹലോ. എല്ലാവർക്കും ആപ്പിൾബി അക്കാദമിയുടെ പുതിയൊരു ഇന്ററാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജയശങ്കറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം. നമ്മുടെ ഇവിടുന്ന് പഠിച്ച് കൊമേഴ്സിൽ JRFലൂടെ ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആ JRFലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു, അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു, അത് എങ്ങനെ അച്ചീവ് ചെയ്യാനൊക്കെ പറ്റി എന്നൊരു ഇൻട്രാക്ഷൻ ഓൾറെഡി നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്ത സ്റ്റുഡൻസിന് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹം JRFലേക്ക് വന്നത് എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഇദ്ദേഹം JRF കിട്ടിയതിന് ശേഷം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ PhD ചെയ്യുന്നത് IIT ഗുവാഹത്തിയിലാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആ ഒരു ജേർണി ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. നെറ്റ്, JRF, ദെൻ PhD ഇന്ത്യയിലെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു IIT ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആപ്പിൾബി അക്കാദമിയുടെ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിവിടെ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് നെറ്റ് പ്രിപ്പയർ ചെയ്യാം, നല്ല രീതിയിലേക്ക് സ്കോർ ചെയ്ത് ഒരു JRFലേക്ക് എത്താൻ ശ്രമിക്കാം. ആൻഡ് ദെൻ PhD ഇന്ത്യയിലെ ഏറ്റവും മികച്ച എൻറ്റിറ്റിയിൽ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു IITയിൽ തന്നെ അല്ലെങ്കിൽ IIMൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷൻ നമ്മൾ എങ്ങനെയാണ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, IITയിൽ അടക്കം നമ്മുടെ ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് PhD ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, ആ ഒരു പ്രോസസ്സിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ററാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സ്വാഗതം. നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇങ്ങനെ ഇന്ററാക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഒന്നാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, പഠിച്ചു,
വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് നെറ്റ് പഠിച്ചത്. ആ ഒരു സ്റ്റോറി നമുക്ക് ഓൾറെഡി നമ്മളോട് വീഡിയോ ആയിട്ട് അവൈലബിൾ ആണ്. JRF കിട്ടുന്നു. ആൻഡ് ദെൻ JRF കിട്ടിയതിന് ശേഷം ഈ IIT ഗുവാഹത്തിയിലേക്ക് എത്താനായിട്ട് നമ്മളെടുത്ത കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. ആ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഈ സെമിനാറുകൾ അറ്റൻഡ് ചെയ്ത് മുതൽ ആ ഒരു ജേണി നമ്മുടെ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടിയും അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാവോ? നമ്മുടെ ഇന്റൻഷൻ ഇതാണ്. ഒരു PhD ഒക്കെ നല്ലൊരു എൻറ്റിറ്റി ചെയ്യണം എന്നുള്ള ഒരാൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു വരേണ്ടത്, എന്തൊക്കെയാണ് അവിടെ നമ്മൾ മിനിമം ചെയ്യേണ്ട സ്റ്റെപ്സുകളോ കാര്യങ്ങളോ അതൊന്ന് പറഞ്ഞു കൊടുക്കാം. എസ്പെഷ്യലി JRF കിട്ടിയതിന് ശേഷം IIT അഡ്മിഷൻ കിട്ടുന്നവരെയുള്ള ആ ഒരു ഫേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കറക്റ്റ് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അതിനുശേഷം ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെയാണ് പിന്നീട് മൂവ് ചെയ്തത്. പിന്നീട് ഏത് ഏരിയയിലാണ് റിസർച്ച് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ആ സമയത്ത്. നമ്മളിപ്പോൾ കൊമേഴ്സിലാകുമ്പോഴത്തേക്കും മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് PhD ചെയ്യാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഏതിനാണ് നമ്മൾ PhD ചെയ്യേണ്ടത് എന്നാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് പിന്നീട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് HR ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിനുശേഷം HR റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളും എല്ലാം വായിച്ചു തുടങ്ങി. അതിനുശേഷം ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ് ആ ഏരിയയിൽ, അതെല്ലാം ചൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കേണ്ടത് അതിനെക്കുറിച്ചാണ് പിന്നീട് പഠിച്ചു തുടങ്ങിയത്. യെസ്, അപ്പം ഇദ്ദേഹം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളൊരു PhD ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട അവയർനെസ്, നമ്മൾ ഏത് ടോപ്പിക്കിലാണ് ചെയ്യുന്നത്, അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസൽസും കാര്യങ്ങളും നമ്മൾ എങ്ങനെ ചെയ്യണം എന്നൊരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾക്കെങ്കിലും ഇത് ആദ്യം കാണും, അവർ ആദ്യമേ ചെയ്തു വെക്കുന്നതായിരിക്കും. ചിലരെങ്കിലും അല്ലെങ്കിൽ ഒരു മജോറിറ്റി ആൾക്കാരും JRF ഒക്കെ ക്വാളിഫൈഡ് ആയിട്ട് PhD കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും, ടോപ്പിക്കിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നതാണ്. അപ്പം ഒന്നാമത്തെ സ്റ്റെപ്പ്, അതായത് JRF കിട്ടിയതിനു ശേഷം IIT മൂവ് ഓൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഏത് ഏരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ആ ഏരിയയിൽ നമ്മുടെ അവയർനെസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ആർട്ടിക്കിളുകളും കാര്യങ്ങളും വായിക്കുകയും ആൻഡ് ദെൻ ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സുകളോട് സംസാരിക്കുകയും അതുകൊണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത്. അത് കഴിഞ്ഞ് എന്തായിരുന്നു രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തത്? ഒരുപാട് പ്രൊഫസേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ ഫാക്കൽറ്റീസ് മെമ്പേഴ്സിനെയും എല്ലാവരെയും കൺസൾട്ടൻസി ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഏത് ഏരിയയിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടിയെടുക്കാം, അങ്ങനെയെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മൾ ഏത് ഏരിയയിൽ ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ആ മേഖലയിലെ എക്സ്പേർട്ടുകളുമായിട്ട് നല്ല രീതിയിലേക്ക് ഇന്ററാക്ഷൻ ചെയ്ത് അത് എങ്ങനെ ചെയ്യണം, ഏത് മെത്തേഡിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ നമ്മൾ എടുത്തതിന് ശേഷം എവിടെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടണം എന്ന രീതിയിലേക്ക് നമ്മൾ സോർട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു എക്സ്പെർട്ട് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, അതിപ്പോ IIT തന്നെ എടുത്തു കഴിഞ്ഞാൽ പോലും അവരുടെ ഇന്റേണൽ പ്രോസസ് എന്ന് പറയുന്ന അഡ്മിഷന്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇന്റേണൽ ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്പേർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ ആയിരുന്നു. പിന്നീട് മൂന്നാമത് നമ്മൾ എന്താണ് ചെയ്തത്? ഒരുപാട് വർക്ക്ഷോപ്സിലും അതേപോലെ തന്നെ സെമിനാർസിലും അറ്റൻഡ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് AI ടൂൾസ്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടേണ്ടത്, ഏതൊക്കെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത്. യെസ്, അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവിടുത്തെ അഡ്മിഷന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത് വർക്ക്ഷോപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക, സെമിനാറുകൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുക. ആൻഡ് ദെൻ അതുപോലെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് കോഴ്സിനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം, സോഫ്റ്റ്വെയർസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അതായത് സോഫ്റ്റ്വെയർസ് ഒന്നും ഉപയോഗിക്കാതെ PhD ചെയ്യാന്നുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ട് കാലഘട്ടത്താണ് നമ്മളവിടെ ഉള്ളത്. അപ്പം എങ്ങനെയാണ് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള എൻറ്റിറ്റിയിൽ PhDയുടെ പ്രോസസ് നടക്കുന്നത്, ആ പ്രോസസ്സിന് വേണ്ടിയുള്ള നമ്മുടെ പ്രിപ്പയർനെസ് എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സെമിനാറുകൾ അറ്റൻഡ് ചെയ്തു, കോഴ്സ് വർക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ദെൻ പരമാവധി എക്സ്പെർട്ടുകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുകൾ, AI അടക്കമുള്ള ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യണം, സോഫ്റ്റ്വെയർസ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന കാര്യങ്ങൾക്ക് നമുക്ക് സെമിനാറുകൾ വഴി നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മൾ ചെയ്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഞാൻ സെർച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ NIRF റാങ്കിങ് എടുത്തതിന് ശേഷം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ HR ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ HR ഏരിയയിൽ ഏറ്റവും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്, അതെല്ലാം ഐഡന്റിഫൈ ചെയ്തു. ആ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തു. എക്സാക്ട്ലി. അപ്പൊ നാലാമത്തെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്, ഏത് ഏരിയ ആണ് ഒരു സ്റ്റുഡന്റ് ചെയ്യണമെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്ത പോയിന്റ്. ഇപ്പൊ HR അല്ലെങ്കിൽ X or Y ഏത് ടോപ്പിക് ആയിക്കോട്ടെ ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റ് ചെയ്യുന്നത്,
ആ ടോപ്പിക്കിൽ ഏറ്റവും നന്നായിട്ട് ഈ ഒരു പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഏത് എൻറ്റിറ്റി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് റാങ്കിങ് ഒക്കെ അവൈലബിൾ ആണ്. ആ റാങ്കിങ് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ അവിടെ വന്നതിന് ശേഷം അഡ്മിഷന് വേണ്ടി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എൻറ്റിറ്റികൾ നമ്മൾ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ നാലാമതായിട്ട് ചെയ്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഫ്രീക്വന്റ്ലി ആ പറയുന്ന വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് നമ്മൾ ഒരിക്കലും ആ PhD ആപ്ലിക്കേഷൻസ് വിളിക്കുന്നത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. യെസ്. അപ്പം നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ, അതായത് നമ്മളൊരു 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ തിരഞ്ഞെടുത്ത ടോപ്പിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ എപ്പോഴായിരിക്കും ഓപ്പണിംഗ് അവരുടെ അഡ്മിഷൻ എന്നുള്ളത് പലപ്പോഴും ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റുകൾ നമ്മൾ വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. ഇന്റേണൽ ആയിട്ട് അവിടെ ആരെങ്കിലും ആയിട്ട് കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. അത് മേ ബി പഠിച്ചിറങ്ങിയ സീനിയർ സ്റ്റുഡന്റ് ആയിരിക്കാം. അത് നമുക്ക് അവിടെ ഒരു ഫാക്കൽറ്റിയിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്യും. അപ്പം അടുത്ത സ്റ്റെപ്പ്, അതായത് എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ അവിടുത്തെ ഓപ്പണിംഗ് എപ്പോൾ ആയിരിക്കും എന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ വെബ്സൈറ്റുകൾ നോക്കി ഡിഫറെന്റ് സോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആപ്ലിക്കേഷൻ മൂവ് ഓൺ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ. അടുത്തത് നല്ലൊരു റിസർച്ച് പ്രപ്പോസൽ നമ്മൾ മേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് വിളിക്കുമ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, ടോപ്പിക്കുകൾ ചൂസ് ചെയ്യുക. ആൻഡ് ദെൻ അത് കഴിഞ്ഞ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകളും സെമിനാറുകളും അറ്റൻഡ് ചെയ്യുക. ആൻഡ് ദെൻ ടൂളുകൾ യൂസ് ചെയ്യാൻ പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നു, അത് എവിടെ ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നു. ഇനി അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ വെബ്സൈറ്റിൽ നോക്കി ഒരു പ്രപ്പോസൽ ചുമ്മാ അയച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ എങ്ങനെയാണ് ആ ടോപ്പിക്കിന്റെ പ്രപ്പോസൽ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. അപ്പൊ ഈ ഒരു ഫോർമാലിറ്റിയിൽ ഈ ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ എടുത്തു കഴിയുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്സിൽ ഒന്നാണ് നമ്മൾ എത്രത്തോളം അപ്പീലിംഗ് ആയിട്ട്, എത്രത്തോളം നന്നായിട്ട് നമ്മുടെ ടോപ്പിക്കിൽ ഒരു പ്രപ്പോസൽ നമുക്ക് തയ്യാറാക്കാന്നുള്ളൂ, ആ പ്രപ്പോസൽ അവിടെ സബ്മിറ്റ് ചെയ്യാന്നുള്ളൂ. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രപ്പോസൽ നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. യെസ്. അപ്പൊ നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് വരാം. ഇപ്പൊ ജയശങ്കറിന്റെ കാര്യത്തിലേക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രപ്പോസൽ ഇദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൻഡ് ദെൻ ഏകദേശം ഒരു 25ഓളം പേരുടെയാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, IIT ഗുവാഹത്തി. നമുക്ക് ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് നമുക്ക് ഇവിടെ ഇവർക്ക് കാണാൻ വേണ്ടി നമുക്കൊന്ന് പബ്ലിഷ് ചെയ്യാം. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ മതി 25 പേരാണ് അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 11ാമത്തെ, അല്ല ഇവിടെ നോക്കിയാൽ മതി 11ാമത്തെ ലിസ്റ്റ് ആയിട്ടാണ് ജയശങ്കറിന്റെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ടോട്ടൽ 5 പേരാണ് സെലക്ട് ആയത്. അതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സി, പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നു. അത് അത്യാവശ്യം നല്ലൊരു നമ്പർ ഉണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതിൽ നിന്ന് 25 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആ 25 പേരിൽ നമ്മൾ വരുന്നു. ആൻഡ് ദെൻ പിന്നീട് ഇവഞ്ച്വലി എത്ര പേർക്ക് സെലക്ഷൻ കിട്ടി എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. 5 പേര് അല്ലെ? 5 പേരാണ് ഇപ്പൊ IIT ഗുവാഹത്തിയിൽ കൊമേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ 5ൽ ഒരാളാകാനായിട്ട് നമ്മൾ ചെയ്ത എഫോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വളരെ നാളുകൾ എടുത്ത് നമ്മൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. നല്ല സ്കോറോടുകൂടി JRF നെറ്റ് നമ്മൾ ക്വാളിഫൈഡ് ആവുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സെമിനാറുകളും ഈ പറഞ്ഞ രീതിയിലേക്ക് വർക്ക്ഷോപ്പുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് PhD എന്താണ്, എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. ആൻഡ് ദെൻ അത് കഴിഞ്ഞ ശേഷം ടൂളുകൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ വളരെ നല്ലൊരു പ്രപ്പോസൽ നമ്മൾ തയ്യാറാക്കുന്നു. ആ പ്രപ്പോസൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. നെറ്റിന്റെ സ്കോർ നമുക്ക് JRF ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു ആദ്യത്തെ 5ൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ മെറിറ്റിൽ നമുക്ക് പറയണം. അതായത് ജനറൽ കാറ്റഗറി ഓപ്പൺ മെറിറ്റിൽ തന്നെ 5 പേർ വരാണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെ കാണുന്നത്, അതായത് ആ നെറ്റ് നമ്മൾ ആദ്യമൊക്കെ പഠിച്ചപ്പോൾ കിട്ടാതെ വന്നൊരു കാലഘട്ടം, അത് കഴിഞ്ഞ ശേഷം JRFലേക്ക് വരുന്നു. ഇപ്പോൾ ഏതാ ഒരു IITയിൽ PhD ചെയ്യാൻ പറ്റുന്നു എന്നുള്ള സിറ്റുവേഷൻ, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന്. ജേണി കുറച്ച് ടഫാണ്. ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 2018 മുതലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. ഡിസംബറിൽ 2023 ജൂണിലാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ആവുന്നത്. അപ്പോൾ എനിക്ക് IITയിൽ അഡ്മിഷൻ കിട്ടുന്നത് 6 മാസത്തെ ഡ്യൂറേഷൻ മാത്രം. അതായത് ജാനുവരി 2024 ഞാൻ അഡ്മിഷൻ കയറുന്നത്, അതായത് IIT ഗുവാഹത്തിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ അതായത് എല്ലാവരും മനസ്സിലാക്കുക, UGC വളരെ വ്യക്തമായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതിൽ ഒരു സബ്ജക്റ്റിൽ 100ൽ 6 പേർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, 6% അവർ പറയുന്നത് എന്ത് നെറ്റ് എന്ന് പറയുന്നത്. ഒരാൾക്ക് 1% എന്ത് കിട്ടുന്നത്, JRF കിട്ടുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള UGCയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തി PhDക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള അനുവാദം എടുത്ത യൂണിവേഴ്സിറ്റീസ് ഇല്ല. അതിന് പകരമായിട്ട് നെറ്റിന്റെ സ്കോർ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവഞ്ച്വലി നമുക്കറിയാം വെറും 5 പേർക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ ഡിഫറെന്റ് പ്രിഫറൻസസ് കാണും. ഓക്കെ, ബട്ട് സ്റ്റിൽ ഏതാ പറഞ്ഞിരിക്കുന്നത്, ഉറപ്പായിട്ട് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് പലതരത്തിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും കോട്ടാസ് ഉണ്ട് അവിടെ. ബട്ട് സ്റ്റിൽ ഓപ്പൺ മെറിറ്റിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നെറ്റിന്റെ സ്കോർ അവിടെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം ആ ഒരു നെറ്റ് പഠിച്ച് പ്രിപ്പയർ ചെയ്ത്
ഡിഫിക്കൽട്ടി ലെവൽ വളരെ നല്ല രീതിയിലേക്ക് കൂടിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ക്വാളിഫൈഡ് ആക്കി, അതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആകും, പിന്നെ ഇവഞ്ച്വലി JRF വരികയും ആൻഡ് ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡ്രീം അച്ചീവ്മെന്റിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു MCOM അല്ലെങ്കിൽ MA ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് 24-25 വയസ്സാകുകയും ചെയ്യുന്നു, എന്നാൽ ജോലിയൊന്നും ആയിട്ടില്ല എന്നൊരു ഗിവൺ സിറ്റുവേഷൻ വരുമ്പോൾ ഇവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അഡ്വൈസ് ഇതാണ്, PG കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി JRF കൂടി ക്വാളിഫൈഡ് ആകാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 5 വർഷത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഫെലോഷിപ്പ് കിട്ടുന്നതാണ്. എന്താണ് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ജയശങ്കറിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ എത്ര ഫെലോഷിപ്പ് കിട്ടുന്നുണ്ട് പെർ മന്ത്? JRF ഫെലോഷിപ്പ് പെർ മന്ത് 37,000. 37,000 ജൂനിയർ ഫെലോഷിപ്പോടെ നമുക്ക് കിട്ടുന്നത്. ഇത് 2 years കൊണ്ടൊക്കെ നമുക്ക് സീനിയർ ഫോമിലേക്ക് എത്താൻ പറ്റും. ആ സമയത്ത് 42,000 വരെ എത്തുന്നതാണ്. ഇതിനകത്തൊരു ഇമ്പാക്ട് 37,000 രൂപ അല്ലെങ്കിൽ 42,000 രൂപ എന്നുള്ളതല്ല. അതായത് അമച്ചർ ആയിട്ട് ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് വെറും ഒരു PG ആയിട്ട് വരുന്ന ഒരാൾക്ക് എന്താണ് ആ ക്വാളിഫിക്കേഷൻ നമുക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും, നെറ്റിലേക്ക് എത്തുകയും ഇതിനും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്കൊരു PhD നമുക്ക് ഫെലോഷിപ്പോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ 5 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ആ 5 വർഷം നമുക്ക് നമ്മുടെ കാര്യത്തിന് വേറെ ഡിപ്പെൻഡ് ചെയ്യുന്ന വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവിടെ ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് നമ്മുടെ ചിലവുകൾക്കുള്ള എല്ലാ എമൗണ്ടും നമുക്ക് അത് അവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാളും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഈ 5 വർഷം കൊണ്ട് നമുക്ക് ചുമ്മാ ഫെലോഷിപ്പ് കിട്ടുന്നു എന്ന് മാത്രമല്ല, ആ സമയത്ത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ അടുത്ത കരിയറിന്റെ ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ട്. അല്ലെ, പലതരത്തിൽപ്പെട്ട ഗവൺമെന്റ് എക്സാംസ് വരാറുണ്ട്, കോളേജിയറ്റ് എക്സാംസ് വരാറുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാംസ് വരാറുണ്ട്, അത് ഡിഫറെന്റ് ഫോംസിലേക്കുള്ളത്. പിന്നെ HST പോലുള്ള എക്സാംസ് വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പല എക്സാംസ് വരാറുണ്ട്, അതിന് നിതി ആയോഗിന്റെ എക്സാംസ് വരാറുണ്ട്. ഇങ്ങനെ ഒരുപാട് എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വരാം. നമുക്കറിയാലോ, ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഇമ്മീഡിയറ്റ്ലി ജോലി കിട്ടത്തില്ല, ശരിയല്ലേ? അപ്പൊ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലിയിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടെ നമുക്ക് കിട്ടി ഈ 5 വർഷം കൊണ്ട് എന്നുള്ളതാണ്. അല്ലെ, എനിക്കൊന്ന് ജയശങ്കർ പോലും പല ലിസ്റ്റുകളിലും വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് പോളിടെക്നിക്കിൽ വന്നിരുന്നു. അതിനുശേഷം PhD ആണ് ഞാൻ കൂടുതൽ പ്രിഫറൻസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മുടെ പോയിന്റ് JRF നെറ്റ് ക്വാളിഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫെലോഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രഷർ സോഷ്യോളജിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് പേർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പഠിക്കുന്നു, ക്വാളിഫൈഡ് ആവുന്നു, ജോലി ഇല്ലാതിരിക്കുന്നു, നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒരു കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു ഇൻകം സോഴ്സ് വേണം. ആ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ് സത്യം പറഞ്ഞത് ഗവൺമെന്റ് തരാമെന്ന് പറയുന്നു. നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് ക്വാളിഫൈഡ് ആവുന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈ പറഞ്ഞൊരു പ്രോസസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് വേണ്ടി ഷെയർ ചെയ്തു. ഇനി ഇങ്ങനെ വരുന്ന പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാരണം നമുക്കറിയാം 6% മാത്രം ആൾക്കാർ നെറ്റ് കിട്ടി, 1% ആൾക്കാർക്ക് മാത്രം JRF കിട്ടുന്ന ഒരു എക്സാമാണ്. ഇങ്ങനെ പഠിച്ചു വരുന്നവരോട് എന്ത് അഡ്വൈസ് ആണ് ജയശങ്കർ അവർക്ക് കൊടുക്കാനുള്ളത്? ഞാൻ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന ഒന്നാണ് അത്. അതായത് നമുക്ക് പേഷ്യൻസ് ആണ് ഒന്നാമത് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. അതേപോലെ തന്നെ അത്രത്തോളം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു എക്സാം ആണ്. അതായത് 6% പേര് മാത്രം നെറ്റ് ക്വാളിഫൈ ആകുകയും അതേപോലെ തന്നെ 1% ആൾക്കാർ മാത്രം ബിലോ 1%. ഇപ്പം നമ്മൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ജൂൺ 2023 0.67% അങ്ങനെ മാത്രമേ ഉള്ളായിരുന്നു JRFന്റെ ആ കട്ട് ഓഫ് എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു എക്സാം ആണ്. അപ്പൊ കുറച്ച് ക്ഷമ കാണിക്കണം നിങ്ങൾ. അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, 1-2 തോൽവികൾ വരും, അതൊന്നും തന്നെ സീരിയസ് ആയിട്ട് എടുക്കാതെ അതിൽ നിന്ന് കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കണം. വീണ്ടും അടുത്ത അറ്റംപ്റ്റിൽ നിങ്ങളുടെ ഗോള് എന്താണോ അതിനനുസരിച്ചുകൊണ്ട് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞ പോയിന്റ് വെച്ച് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞാനിവിടെ ആപ്പിളിൽ വരുന്ന ഓരോ സ്റ്റുഡൻസിനോടും അവർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വിഷനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആദ്യം നിങ്ങൾ പഠിക്കുക, നെറ്റ് നന്നായിട്ട് ക്വാളിഫൈ ആകാൻ ശ്രമിക്കുക. മോസ്റ്റ് പ്രോബബ്ലി അത് JRF തന്നെ ക്വാളിഫൈഡ് ആകുക. ആൻഡ് ദെൻ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയിൽ നിന്ന് PhD ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മേഖലകളിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം, പഠിച്ചിറങ്ങുന്ന എല്ലാ ആൾക്കാർക്കും ഇവിടുത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിലും ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും PhD ഉണ്ട്. അപ്പൊ അവരുടെ PhD നമ്മുടെ PhD നമ്മൾ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കിട്ടുന്ന ഒരു ആധികാരികതയുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. അതാണ് നമുക്കതവിടെ വേണ്ടത് എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഞങ്ങൾ പറയാനുള്ളത് പോലെ ഒരു വിഷൻ ഇതാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും നല്ല എൻറ്റിറ്റിയിൽ PhDക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ നെറ്റ് പ്രിപ്പറേഷനെ കൺവേർട്ട് ചെയ്യണം. ചുമ്മാ ജസ്റ്റ് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ഉള്ളതെന്നുള്ളതും നെറ്റും അതിന്റെ സ്കോറോടുകൂടി മാത്രം PhDക്ക് അഡ്മിഷൻ കിട്ടി നല്ല PhD ഉണ്ടെങ്കിൽ മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. കാരണം എല്ലാവരും യുവാക്കളാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ, അല്ലെ? വളരെ യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ളപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എത്രത്തോളം നമ്മുടെ പ്രൊഫൈൽ അട്രാക്റ്റീവ് ആണ് അത്രത്തോളം നമുക്ക്
ഒരു എഡ്ജ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കോമ്പറ്റേറ്റീവ് ഇന്റർവ്യൂസ് വന്നു കഴിയുമ്പോൾ എക്സാംസ് എല്ലാം വന്നു കഴിയുമ്പോഴാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹം വലിയൊരു റോൾ മോഡലാണ്. ആദ്യത്തെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് കയറി കാണാവുന്നതാണ് എങ്ങനെയാണ് JRF എത്തി എന്നുള്ള രീതിയിലേക്ക്. ആൻഡ് ദെൻ ഒരു PhD സ്കോളർ ആയിട്ട് ഇപ്പം IIT-യിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെയധികം മോട്ടിവേഷണൽ ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലേക്ക് കണ്ട് മാതൃകയാക്കാവുന്ന ഒരു മോഡലാണ് ജയശങ്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം വന്നതിൽ, സംസാരിച്ചതിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് പറഞ്ഞവരോട് കൺക്ലൂഡ് ചെയ്തു. ഈ പറഞ്ഞ രീതിയിലേക്ക് എന്താണ് അവർ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ സാർ, ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടഫായിട്ടുള്ള ഒരു എക്സാമാണ്. നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തത് ഒരിക്കലും. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇതേപോലെ തന്നെ വളരെ ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസുമായിട്ടും അവരുടെ അച്ചീവ്മെന്റ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.